നമസ്കാരം, എൻ്റെ പേര് വിനോദ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്വദേശിയാണ്. ഓക്കെ, ടാറ്റ സഫാരീനെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ പുതിയ വണ്ടി ടാറ്റ സഫാരീൻ്റെ പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം ഞാനത് പറയാൻ കാരണം എന്നെങ്കിൽ ആധികാരികമായിട്ട് എനിക്ക് പറയാനുള്ളൊരു റീസൺ എന്നെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നുണ്ട്. 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് മാത്രമല്ല, വണ്ടി 1,07,500ഓളം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എന്നുണ്ടെങ്കിൽ പൊതുവേ ടാറ്റേൻ്റെ വണ്ടികൾക്കും അതുപോലെ തന്നെ വണ്ടീൻ്റെ സർവീസിനെ പറ്റിയിട്ടെല്ലാം പൊതുവേ ആളുകൾ വളരെ മോശമായിട്ട് ആളുകൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നല്ല രീതിയിൽ മോശം കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഈ വാഹനം എടുത്തിട്ട് അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഒന്ന് ചെയ്ത സമയത്തും അതിൻ്റെ അടിയിൽ വന്നിട്ട് വല്ലാതെ നെഗറ്റീവ് കമൻറ്റുകൾ, നിങ്ങൾ പഠിച്ചോളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിലെല്ലാം അങ്ങനെ ആർത്തം വരുന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ 5 വർഷമായി. ഇതിൽ എന്നെ സംബന്ധിച്ചോളം ഒറ്റ വാക്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വാഹനത്തിൽ ഹാപ്പി കസ്റ്റമറാണ്. കാരണം വേറൊന്നുമല്ല, ഇത് നിങ്ങൾക്കറിയാം 2000 cc വാഹനമാണ്. അതോടൊപ്പം തന്നെ 7 സീറ്റർ വാഹനമാണ്. അതോടൊപ്പം തന്നെ യാത്രാസുഖം നല്ല രീതിയിൽ തരുന്നൊരു വാഹനം കൂടിയാണ്. യാത്രാസുഖം എന്നുണ്ടെങ്കിൽ അത് സസ്പെൻഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് നല്ല രീതിയിലുള്ള യാത്രാസുഖം കിട്ടുന്നത്. വേറെയും പല ഘടകങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും അതായത് നമ്മളൊരു ഇങ്ങനത്തെ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാമല്ലോ, ഒരു 22 ലക്ഷം രൂപ എത്ര ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് 22,55,000 രൂപയായിരുന്നു എനിക്ക് ഓൺ പ്രൈസ് ആയത്. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് സാധാരണ അങ്ങനെയുള്ള വലിയ വാഹനങ്ങൾ എടുക്കുന്ന സമയത്തെല്ലാം ആളുകൾ അതിൻ്റെ വണ്ടികൾക്ക് പണിയാണ്, ആ രീതിയിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തുരുമ്പ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള സർവീസ് കിട്ടില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വാഹനം എടുത്തതിന് ശേഷം എൻ്റെ സർവീസ് പ്രോപ്പറാട്ടോ, കറക്റ്റായിട്ട് പ്രോപ്പർ എന്നുണ്ടെങ്കിൽ ഓരോ 7,500 കിലോമീറ്റർ കൂടുന്ന സമയത്തുള്ള മൈനർ ചെക്കപ്പും അതോടൊപ്പം തന്നെ 15,000 കിലോമീറ്റർ കൂടുന്ന സമയത്തുള്ള ഓയിൽ ചേഞ്ചിങ്, ഫിൽറ്റർ ചേഞ്ചിങ്, അങ്ങനെയുള്ള എയർ ഫിൽറ്റർ, അതുപോലെ തന്നെ AC ഫിൽറ്റർ ചേഞ്ചിങ്, ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കുക, എനിക്കറിയില്ല അങ്ങനെ ചെയ്യുന്നുണ്ടോന്നായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ സർവീസ് സെൻറ്ററിൽ നിന്നല്ലാതെ പുറമേ നിന്നൊരു പണി ചെയ്യിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ചെയ്യുന്നത് വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും മാത്രമല്ലാതെ വേറൊരു പണി ഞാൻ ഷോറൂമിൽ നിന്നല്ലാതെ ചെയ്യാറില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാനിതിൽ ശ്രദ്ധിക്കുന്ന മെയിനായിട്ടൊരു കാര്യം എന്നുണ്ടെങ്കിൽ ഡഫ് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ ശരി, എത്ര ലോങ് പോകുകയാണെങ്കിൽ ശരി, എന്താണെങ്കിൽ ശരി, അതായത് നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നും കുറച്ചും കൂടി ഓടിയാലെന്ന്. ഒരു കാരണം വെച്ചാൽ ആ രീതിയിലേക്ക് നിൽക്കാറില്ല. 3 പോയിൻ്റെങ്കിലും ബാക്കിയുള്ള സമയത്ത്, അതായത് നമുക്കിതിൽ മീറ്ററിൽ കാണിക്കുമല്ലോ, ഡീസലിൻ്റെ ടാങ്കിൻ്റെ ഇത് കാണിക്കുന്ന പോലെ തന്നെ ഡഫിൻ്റെ ടാങ്കിൽ എത്ര മാത്രം ഉണ്ടെന്നുള്ളത് കാണിക്കും. ഡഫ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴുള്ള V6 വാഹനങ്ങൾക്ക് പുകമലിനീകരണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ലിക്വിഡാണ്. അത് നമ്മൾ 15 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഒരു ടാങ്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 15 ലിറ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7,500 കിലോമീറ്ററോളം സുഖസുന്ദരമായിട്ട് വണ്ടി ഓടും. അപ്പോൾ ആ സമയത്ത് 7,500 കിലോമീറ്റർ ഓടുന്ന സമയത്താണ് ഏകദേശം ചിലപ്പോൾ അടുത്ത സർവീസിലേക്ക് എത്തിയിട്ടില്ലാണെങ്കിൽ, അങ്ങനെ വരാറ് വളരെ അപൂർവമേ ഉള്ളൂ, എത്തിയിട്ടില്ലാണെങ്കിൽ നമ്മൾ പുറമേ നിന്ന് ഡഫ് വാങ്ങി ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡഫ് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചെയ്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇന്നേ വരെ ഈ വണ്ടിക്ക് ഈ പറയുന്ന സർവീസ് അല്ലാതെ വേറൊരു എക്സ്പെൻസ് വന്നിട്ടില്ല. അതുപോലെ തന്നെ തുരുമ്പിനെ പറ്റി ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ തുടക്കത്തിലൊരു വീഡിയോ സമയത്ത് ഒരു തുരുമ്പ് ഇതിൽ ഞാൻ കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തുരുമ്പല്ല, അതിൻ്റെ പെയിൻ്റ് അങ്ങ് പോയതാണ്. പെയിൻറ്റ് പോയതിൻ്റെ ഭാഗമായിട്ട് അതിന് ശേഷം പിന്നീട് തുരുമ്പാണെങ്കിൽ വീണ്ടും അത് അടർന്നു പോയിട്ട് അതിൻ്റെ കട്ടി കുറയെല്ലാം ചെയ്യണമല്ലോ. അങ്ങനെ സംഭവം ഇതേവരെ സംഭവിച്ചില്ല. അത് അന്ന് വാങ്ങിയിട്ടൊരു മാസത്തിനുള്ളിൽ സംഭവിച്ച കാര്യം അന്ന് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ഉണ്ട് ഇന്നും. അത് ഒന്നും വേറൊരു തേയ്മാനോ കാര്യങ്ങളൊന്നും സംഭവിക്കാതെ ആ രീതി തന്നെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചിലവില്ല എന്ന് പറയുന്ന സമയത്ത് വേറൊരു കാര്യം, ഫസ്റ്റിലത്തെ 2 വർഷം കഴിഞ്ഞ സമയത്ത് വീണ്ടും ഞാനൊരു 24,000 രൂപ കൊടുത്തിട്ട് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. 5 വർഷമാണ് ഈ വാഹനത്തിന് എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുന്നത്. അത് ഈ വാഹനത്തിൽ നല്ല നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന നല്ല പുതിയ വാഹനങ്ങൾക്ക് അങ്ങനെ 5 വർഷത്തേക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുന്നുണ്ട് ടോട്ടൽ. അപ്പോൾ ഒരു 80,000 കിലോമീറ്റർ ഞാൻ ഓടിയ സമയത്ത് ഇതിന് AC കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഒരു 10,000-24,000 രൂപ അങ്ങനെ അതിന് ചിലവായിട്ടുണ്ട്. പക്ഷേ ആ പൈസ എക്സ്റ്റൻഡ് വാറണ്ടിയിൽ ഉൾപ്പെടുന്ന പാർട്സ് ആയതുകൊണ്ട് തന്നെ ഈ കയ്യിൽ നിന്ന് പൈസ ചിലവായിട്ടില്ല. അതോടൊപ്പം തന്നെ വണ്ടീൻ്റെ മൈലേജ്, ഞാൻ പൊതുവേ മൈലേജിനെ പറ്റിയിട്ടാണ് ആൾക്ക് സംശയം.
പിന്നെ അതായത് ഇത്രയും പിന്നെ ഇങ്ങനെയുള്ള ഒരു 7 സീറ്റർ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും. കാരണം അത്യാവശ്യം നല്ല വെയിറ്റുള്ളതാണ്. ടാറ്റേൻ്റെ വണ്ടീനെ പറ്റി ആളുകൾക്കറിയാം, നല്ല രീതിയിൽ സേഫ്റ്റി തരുന്നൊരു വാഹനം കൂടിയാണ്. അപ്പം മൈലേജിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈവേയിൽ, കാരണം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് മൈലേജ് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. മൈലേജിന് വേണ്ടിയിട്ട് ഓടിക്കുകയാണെങ്കിൽ കമ്പനി പറയുന്നത് 16.4 പക്ഷേ 17, 18 നല്ല രീതിയിൽ നോക്കി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്കോ മോഡിൽ ഇട്ടിട്ട് നല്ല റോഡാണ്, ഒരേ സ്പീഡിലെല്ലാം ഒരു 85 സ്പീഡിലെല്ലാം പിന്നെ ക്രൂയിസിലിട്ടിട്ട് ഓടിക്കുകയാണെങ്കിൽ പിന്നെ 17ൻ്റെ മേലെ 18ൻ്റെ മേലെല്ലാം മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ആവറേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 17 മൈലേജ് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സിറ്റിയിൽ നമ്മൾ ലോക്കൽ ഓട്ടത്തിലാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു 14, 14.5, അതായത് ഒരു 13 ടു 14ൻ്റെ ഉള്ളിലുള്ളൊരു മൈലേജ് ആ ഒരു രീതിയിൽ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അത് ടാറ്റ സഫാരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ചുരുക്കം കൊണ്ട് പറയുന്നതല്ല, കഴിഞ്ഞ 5 വർഷത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ 1,07,500 കിലോമീറ്റർ ഓടി എന്നുള്ളത്, ഈ 2 എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതുമാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ വാഹനം ഞാനല്ലാതെ വേറൊരാളും ഓടിച്ചിട്ടില്ല അന്ന് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 500 കിലോമീറ്ററിൽ താഴെ ആരെങ്കിലുമായിട്ട് ഇത്രയും കിലോമീറ്ററിനുള്ളിൽ ഈ വാഹനം ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ വാഹനം ഓടിക്കേണ്ട അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഞാൻ കുറച്ച് ദൂരം ഓടിക്കാൻ കൊടുക്കാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് അവർ എന്താ സർവീസിൻ്റെ ഭാഗമായിട്ട് അവർ വണ്ടി ഓടിച്ച് നോക്കാറുണ്ട്. ആ രീതിയിലല്ലാതെ ഞാനല്ലാതെ ഈ വാഹനം വേറൊരാളും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടയർ ഫസ്റ്റിൽ കിട്ടിയ ടയർ എനിക്ക് 97,000 കിലോമീറ്ററോളം ടയറിന് മൈലേജ് കിട്ടി. ഇപ്പം രണ്ടാമത് ഞാനിപ്പോഴുള്ള ടയർ ജെക്കേൻ്റെ ടയറാണ്. അതുപോലെ തന്നെ പൊതുവേ ഞാൻ പറഞ്ഞു കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരുന്നതാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഫസ്റ്റിലത്തെ ബ്രേക്ക് പാഡ് മാറ്റുന്ന സമയത്ത് എനിക്കത് അനുഭവമാണ്. ആ സമയത്ത് അവരെന്താ ബ്രേക്ക് പാഡ് ടാറ്റയ്ക്ക് വരുന്നത് മോശമെന്നുള്ള കാര്യം അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് 20,000 കിലോമീറ്റർ താഴെ അത് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ പിന്നീട് 20,000 അല്ല 15,000 കിലോമീറ്ററിലാണ് അത് മാറിയത്. ഒരു പക്ഷേ ഞാൻ സിയാസ് ആയിരുന്നു ഇതിൻ്റെ മുമ്പ് ഓടിച്ചത്. സിയാസിൽ നിന്ന് ഒരു പക്ഷേ നേരെ ഇതിലേക്ക് വന്നിട്ട് ആ സമയത്തിൻ്റെ ഓടിക്കലിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഒരു പക്ഷേ അത്രയും കുറഞ്ഞ് കിട്ടിയത്. പിന്നീട് അത് മാറ്റി ആ സമയത്ത് മാറ്റിയിട്ടുള്ള ബ്രേക്ക് പാഡ് പിന്നെ മാറ്റുന്നത് എത്രയാണ് 60,000 കിലോമീറ്ററിലാണ് ഫ്രണ്ട്. ബാക്ക് പാഡിൽ 80,000 കിലോമീറ്ററിലോ 90,000 കിലോമീറ്ററിൽ അങ്ങനെ അതിനെ മാറ്റിയത്. ഇനിയിപ്പോൾ 60,000 കിലോമീറ്റർ ഓടിയ ബ്രേക്ക് പാഡിൻ്റെ ഇപ്പം നോക്കുന്ന സമയത്ത്, അതായത് ഞാൻ കാശ്മീരിൽ ഇവിടത്തേക്കുള്ള ഓട്ടമെല്ലാം കഴിഞ്ഞ് വന്ന് തിരിച്ച് നോക്കുന്ന സമയത്ത് ഇനിയും 10,000 കിലോമീറ്ററിൻ്റെ മേലെ ഓടാനുള്ള ബ്രേക്ക് പാഡ് ഇപ്പോഴും ബാക്കിയുണ്ട് ഫ്രണ്ടിലെ തന്നെ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്താണ് അതുമാത്രമല്ല പാർട്സിനും ഞാൻ നോക്കുന്ന സമയത്ത്, അതായത് ബാക്കിയുള്ള സിമിലറായിട്ടുള്ള വണ്ടികളിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് പാർട്സിനും എന്തില്ല അത്ര വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളത്, സർവീസ് കറക്റ്റ് പ്രോപ്പർ സർവീസ് ആയിരിക്കണം. ആ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എടുക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാരാണ്. ഞാനൊരു കാരണവശാലും ഇത് എൻ്റെ സെയിൽസിന് വേണ്ടിയുള്ള പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഇതൊരു ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. ധൈര്യമായിട്ട് എടുക്കാം. കാരണം ഒരു എക്സ്ട്രാ പണി വന്നിട്ട് നമ്മൾ വണ്ടി വഴിക്കായി പോവുക, അതല്ലെങ്കിൽ പോക്കറ്റ് കാലിയാവുന്ന രീതിയിലൊരു പണി തരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ഇത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വന്നിട്ടില്ല. കാരണം ഏകദേശം ഒരു 60,000, 80,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ വണ്ടീൻ്റെ ഒരവസ്ഥ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ആ രീതിയിൽ ഞാൻ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ക്ലച്ചിനൊന്നും ഇതേവരെ യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല കേട്ടോ. എന്നോടെല്ലാം ആളുകളെല്ലാം പറഞ്ഞത് നിങ്ങളുടെ ക്ലച്ചെല്ലാം പെട്ടെന്ന് തന്നെ ഇറക്കി പണിയേണ്ടി വരുന്ന രീതിയിലെല്ലാം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ക്ലച്ചിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ ആ രീതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി എന്ന് പറഞ്ഞെങ്കിൽ വണ്ടി എത്ര ദൂരം ഓടിച്ചിട്ടുണ്ടെങ്കിൽ മടുപ്പ് വരാത്തൊരു വണ്ടി. അതുപോലെ തന്നെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്ഷീണം പിടിക്കാത്തതും മടുപ്പ് വരാത്തതായിട്ടുള്ളൊരു വാഹനം കൂടിയാണ് ടാറ്റ സഫാരി. ഏറ്റവും പുറകിലത്തെ സീറ്റിൽ പോലും, അതായത് പൊതുവെ നമ്മൾ പറയാൻ നിൽക്കുന്നുണ്ട് 7 സീറ്റർ വണ്ടീൻ്റെ ഏറ്റവും പുറകിലിരിക്കുന്ന സീറ്റിൽ ആൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം. പക്ഷേ ഒന്നുകിൽ ഒരു 10-15 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ ശരി, അല്ലാന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലുള്ള, അതായത് ആ ഒരു കുറച്ച് മെലിഞ്ഞിട്ടുള്ള ഒരാളാണെന്നെങ്കിൽ ഏറ്റവും പുറകിലിരിക്കുന്ന ആളുകൾക്ക് ഞാൻ പറയാൻ കാരണം എന്താണെങ്കിൽ, ഞങ്ങൾ 5ഉം 6ഉം ആൾക്കാരായിട്ട് ഇവിടുന്ന് ഡൽഹിയിലേക്കെല്ലാം ഒന്നിൽ കൂടുതൽ തവണ ഡൽഹി അതുപോലെ തന്നെ ഉദയ്പൂർ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കാരും ക്ഷീണം ഇല്ല എന്നുള്ള കാര്യം അവർ തന്നെ പറഞ്ഞ കാര്യമാണ്. കാരണം അവർ ക്ഷീണമുള്ള ആൾക്കാർ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ അവർ ബോഡി കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ക്ഷീണം ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം. അവർ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്നതും മൈലേജ് തരുന്നതും അതുപോലെ തന്നെ പോക്കറ്റ് കാലിയാവാത്തതും വഴിക്കാക്കാത്തതും ആയിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ് ടാറ്റ സഫാരി. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നമസ്കാരം.